ഞാൻ ആദ്യം ശ്രീമതി ലക്ഷ്മി നായരിലേക്കാണ് പോകുന്നത്. ഒരുപാട് കുട്ടികളെ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടാകും. ഈ പാരന്റിങ് എപ്പോഴും അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ വലിയ ആശങ്കയുള്ള ഒരു സംഭവമാണ്. ഈ കൗൻ ബനേഗ കരോഡ്പതിയിലെ ഈ വലിയ ബുള്ളിങ് ആ കുഞ്ഞിന് നേരെ ഉണ്ടായിരുന്നു എന്നുള്ള ചർച്ച ഒരു വശത്ത് നടക്കുമ്പോൾ, ആ കുട്ടി അഹങ്കാരത്തോടെയാണ് പെരുമാറിയത്, ഒട്ടും ബഹുമാനമില്ലാതെ ബച്ചൻ ആരാ എന്ന് പോലും അറിയാതെയാണ് പെരുമാറിയത് എന്നുള്ള വലിയ വിമർശനവും ഉണ്ടായിരുന്നു. താങ്കൾ ഇതിൽ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? താങ്ക് യു. ഞാനിത് രണ്ട് ഭാഗത്തുമല്ല. കാരണം എന്താന്ന് വെച്ചാല്, കുട്ടിക്ക് 10 വയസ്സേ ഉള്ളൂ. അപ്പോ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ഏറ്റവും ആദ്യം ഓർക്കേണ്ടത്, ആ പ്രായത്തില് ഒരു ഡെവലപ്മെന്റൽ ബയസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് അവനവനെ പറ്റി തന്നെ ഒരു കറക്റ്റ് എസ്റ്റിമേഷൻ ഇല്ലാത്ത ഒരു പ്രായമാണത്. പിന്നെ ആക്ച്വലി അമിതാഭ് ബച്ചൻ ആരാണെന്ന് അറിയില്ല, ഇത്ര വലിയ മനുഷ്യനാണെന്ന് അറിയില്ല എന്നതിന്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാല്, ഇൻഹിബിഷൻ ഇല്ലാത്ത കുട്ടിയാണ്. അതൊരു ഭയങ്കര നല്ലൊരു പേരന്റിങ് പോയിന്റ് ആണ്. ഇൻഹിബിഷൻ ഇല്ല, ഭയമില്ല എന്നുള്ളതൊരു നമ്മളെ കുട്ടികളെ വളർത്തുമ്പോഴത്തേക്കും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പിന്നെ ഇന്നത്തെ കാലത്ത്, ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ വിഷയം തന്നെ കുട്ടി കോൺഫിഡന്റ് ആയിരുന്നോ, അറഗന്റ് ആയിരുന്നോ, അഹങ്കാരമായിരുന്നോ എന്നുള്ളതാണ്. നമ്മൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ താഴ്ത്തി പറയാതെ അവനവന്റെ കേപ്പബിലിറ്റീസിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതാണ് കോൺഫിഡൻസ്. അറഗൻസ് ആണെങ്കിൽ ഞാൻ മറ്റുള്ളവരെ കാട്ടിലും സുപ്പീരിയർ ആണ്, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ആ ഒരു കുട്ടി പറഞ്ഞത് എനിക്ക് റൂൾസ് ഒക്കെ അറിയാം, എൻ്റെ അടുത്തൊന്നും ഇനി പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞതാണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടാതെ വന്നത്. ആദ്യമായി പറഞ്ഞോളട്ടെ, അമിതാഭ് ബച്ചൻ ജി വളരെ നന്നായിട്ട് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തു. ഒരുപക്ഷെ അദ്ദേഹത്തിനും കൊച്ചുമക്കളുണ്ട്, ഇതുപോലത്തെ കുട്ടികളെ കണ്ടിട്ടുണ്ട് എന്നുള്ളതായിരിക്കാം. കുട്ടി തീർച്ചയായിട്ടും ഓവർ കോൺഫിഡന്റ് ആയിരുന്നു. അതുകൊണ്ടാണല്ലോ കുട്ടി രാമായണത്തിന്റെ ആ സ്റ്റോറി ആ സീക്വൻസ് ചോദിച്ചപ്പോഴത്തേക്കും കുട്ടിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇത് കുട്ടിയെ, ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ ഉള്ളവർ തന്നെ ഒരുപാട് അവര് സ്വയം അവരൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ അവർ കണ്ടന്റ് നോക്കി അവര് അത് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് രണ്ട് വശവും പറയുന്നവരാണ് ഈ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ബയസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ അവര് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറയുമ്പോൾ ഈ കേൾക്കുന്നവർ ഓരോരുത്തരും ഒരു വ്യൂ അല്ലെങ്കിൽ വേറൊരു വ്യൂ എടുക്കും. പക്ഷെ അതിനപ്പുറമായിട്ട് ഈ ഒരു കാര്യം, അതായത് നമ്മൾ പേരന്റിങ്ങില് കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ തന്നെ പറയും, ഓ നീ വലിയ മിടുക്കനാണ്, നീ അതാണ്, അവൻ എത്രയാണോ അതിനും മേലെയായിട്ട് നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് പ്രോത്സാഹനം, എക്സസീവ് പ്രോത്സാഹനം കൊടുക്കുമ്പോൾ അവനവനെ പറ്റി തന്നെ ഒരു ഓവർ എസ്റ്റിമേഷൻ വരും. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് നമുക്ക് മിക്കവാറും ഉള്ള വീടുകളിൽ ഒരു കുട്ടിയേ ഉള്ളൂ. ആ കുട്ടിക്ക് ഒരു അച്ഛനും അമ്മയും, പിന്നെ അച്ഛന്റെ 2 പേരൻസ്, അമ്മയുടെ 2 പേരൻസ്. അപ്പൊ എല്ലാവരുടെ അറ്റൻഷനും ഈ കുട്ടിയിലോട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു സെൻസ് ഓഫ് എൻടൈറ്റിൽമെന്റ്, അതായത് എനിക്ക് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ കിട്ടണം, അപ്പം എനിക്ക് ഇതൊക്കെ ആവാം, കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു പ്രവണത വരും. പിന്നെ വേറൊരു ഇപ്പോൾ കാണുന്നത് പേരന്റിങ്ങിൽ നമുക്ക് പലപ്പോഴും, ഞാൻ ഇവിടുത്തെ പേരൻസിലും ഒക്കെ ഞാൻ പറയുന്നതും അവരെ അഡ്വൈസ് ചെയ്യുന്നതും ഒക്കെ ഉള്ളൊരു കാര്യം, നോ എന്ന് പറയാറ്. നമ്മൾ നോ ഇല്ല, കാരണം എല്ലാം ചെയ്തു കൊടുക്കാം, നമുക്കെല്ലാം ഉണ്ടല്ലോ. പിന്നെ ഓവർ കോമ്പൻസേഷൻ. ഇപ്പൊ മിക്കവാറുള്ള വീടുകളിൽ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് കിട്ടുന്ന വളരെ ചിലപ്പോൾ വീക്കെൻഡ്സ് ആയിരിക്കും നല്ലൊരു ടൈം കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. അപ്പം അവൻ ചോദിക്കല്ലേ കൊടുക്കാം എന്ന്. അപ്പൊ നമ്മള് 2 കാര്യങ്ങൾ, ഒന്ന് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പം പെട്ടെന്ന് വിചാരിച്ചതെല്ലാം നമുക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും റിയൽ ലൈഫിന് കുട്ടി പ്രിപ്പയർഡ് അല്ല. ഇതുപോലൊരു സിറ്റുവേഷൻ വരുമ്പോൾ സമാധാനമായിട്ട് ആലോചിച്ച് പെരുമാറണം, അല്ലെങ്കിൽ പേഷ്യൻസ് വേണം, അല്ലെങ്കിൽ എന്നെക്കാട്ടിലും കുറച്ച് പ്രായം കൂടിയ ആള് ആരോ ആയിക്കോട്ടെ, അമിതാഭ് ബച്ചൻ അല്ല, രജനീകാന്ത് ആരോ ആയിക്കോട്ടെ, അവരോട് എന്നെക്കാട്ടി പ്രായത്തിന് മൂത്തവരോട് എങ്ങനെ പെരുമാറണം, അതിനുള്ളൊരു സമാധാനം നമുക്ക് കുട്ടികളിൽ ഇൻകൾക്കേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മിക്കവാറും പറ്റാറ്. പിന്നെ വരുന്നത് സ്ക്രീനിന്റെ എഫക്ട്സ്, ഓവർ യൂസ് ഓഫ് സ്ക്രീൻ, ഡിജിറ്റൽ ഇൻഫ്ലുവൻസ്. ഇപ്പൊ ഒരുപാട് കുട്ടികൾ പെട്ടെന്നുള്ള ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ കുട്ടികളുടെ ആ പേഷ്യൻസ് വളരെ വളരെ കുറഞ്ഞ കണ്ടുവരുന്നതുമാണ്. അതിന് ഒരുപാട് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് കറക്ഷൻ വേണം. പിന്നെ ബാഡ് എക്സാമ്പിൾ ഫ്രം പേരൻസ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ നമ്മൾ ഒരു കാര്യം കേട്ട ഉടൻ പേരൻസിനെ കുറ്റം പറയാം അല്ലെങ്കിൽ കുട്ടിയെ കുറ്റം പറയാം, അങ്ങനെയല്ല.
ഇതൊരു സാഹചര്യമാണ്. ബാഡ് എക്സാമ്പിൾ പല കാരണങ്ങളും കൊണ്ടാവാം, അവര് തമ്മിലുള്ള കമ്പാറ്റബിലിറ്റി ശരിയല്ലാതെ വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കുട്ടികളുടെ മുമ്പിൽ തെറ്റായ എക്സാമ്പിൾ കാണിക്കുന്നത്. പിന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം അടിക്കുക, കോർപ്പറൽ പണിഷ്മെന്റ്. എന്തിനും നമുക്ക് അടിച്ച്, അതായത് ഈ അടി എന്ന് പറയുന്നത് തന്നെ വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ്. ഏറ്റവും പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു, ഞാൻ അടിച്ചു. അപ്പൊ കുട്ടി പഠിക്കുന്നത് എന്താണ്? എനിക്ക് ആവശ്യമുള്ളത് കിട്ടാനായിട്ട് എനിക്ക് എന്റെ പവർ ഉപയോഗിക്കാം, എനിക്ക് എന്റെ ശക്തി ഉപയോഗിക്കാം. അതിപ്പോ എന്റെ ബിഹേവിയർ തന്നെ എൻകറേജ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ബിഹേവിയർ ഉപയോഗിച്ച് എനിക്ക് നേടാനുള്ളത് നേടാം എന്നൊക്കെ പറഞ്ഞ, പിന്നെ നമ്മൾ ചുറ്റും എപ്പോഴും കേൾക്കുന്നതാണ് പോസിറ്റീവ് തിങ്കിങ് ഇൻകൾക്കേറ്റ് ചെയ്യണം, പോസിറ്റീവ് തിങ്കിങ് ഇൻകൾക്കേറ്റ് ചെയ്യണം. ഈ പോസിറ്റീവ് തിങ്കിങ് യാഥാർത്ഥ്യമല്ലാത്ത സാഹചര്യവും നമ്മൾ പോസിറ്റീവ് തിങ്കിങ് ആയിട്ട് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് പോസിറ്റീവ് തിങ്കിങ് കൊടുക്കുന്ന പേരൻസോ അല്ലെങ്കിൽ സമൂഹമോ ഉണ്ട് നമ്മുടെ ചുറ്റും. അപ്പം ഇല്ലാത്തത് ഇല്ല നീ മിടുക്കനാണ്, നിനക്ക് കയറാൻ പറ്റും, നിനക്ക് ഇത് ചെയ്യാൻ പറ്റും ഇല്ലാത്തതാണെങ്കിൽ കൂടി പറയുമ്പോൾ ആ കുട്ടിക്ക് റിയാലിറ്റിയുമായിട്ട് ഒബ്ലീവിയസ് ആയിരിക്കും. ഇതാണ് ശരി, എന്നെ കൊണ്ട് ഇത്രയും കഴിവേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതാണ് എന്നെ കൊണ്ട് പറ്റുന്നത്, ഇതാണ് എനിക്ക് പറ്റാത്തത്, അപ്പൊ ഞാൻ ഇന്ന എഫേർട്ടാണ് ഇടേണ്ടത് എന്നുള്ളത് ആ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു സഹിഷ്ണുത കുട്ടികളിൽ ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഉള്ള കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ കുട്ടിയുടെ ബിഹേവിയർ ജഡ്ജ് ചെയ്യാൻ പറ്റൂ. എന്റെ അഭിപ്രായത്തിൽ കുട്ടി അറഗന്റോ ഓവർ കോൺഫിഡന്റ് ഡെഫിനറ്റ്ലി ആയിരുന്നു. അറഗന്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കത് അതിനോട് വ്യക്തമാണ് താങ്കളുടെ മറുപടി. ഞാൻ അഡ്വക്കേറ്റ് സമീറ ബീസിലേക്ക് കൂടി